എല്ലാവർക്കും എൻ്റെ തെങ്കാശി യാത്രയിലേക്ക് സ്വാഗതം. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് കൊല്ലം ജംഗ്ഷൻ മുതലാണ്. അപ്പോൾ കൊല്ലം മുതൽ തെങ്കാശി വരെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് മുതൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിന്, മധുരൈ ഗുരുവായൂർ. അതായത് ഗുരുവായൂരിൽ നിന്ന് മധുരയിലേക്കും മധുരയിൽ നിന്ന് ഗുരുവായൂരേക്കുള്ള 16-327 328 നമ്പർ ട്രെയിനാണിത്. ഇത് കൊല്ലം ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ എൻജിന് മാറ്റിയിടുക ചെയ്തിട്ടുള്ളത് ഇപ്പോൾ. അതായത് വന്ന ഭാഗത്തേക്ക് തന്നെയാണ് പോവുക, പക്ഷേങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിഴക്കോട്ടേക്ക് മാറും. ഇതിൻ്റെ എൻജിനിപ്പോൾ നമ്മൾ വന്ന എൻജിന് അഴിച്ചു മാറ്റിയിട്ട് ബാക്ക് ഭാഗത്ത് വേറെ എൻജിന് ഘടിപ്പിച്ചിട്ട് നമ്മൾ വന്ന ദിശയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദൂരം പിന്നിടുമ്പോൾ നമ്മൾ വലത്തോട്ടേക്ക് മാറും. ഇടത്ത് ഭാഗത്ത് കാണുന്ന ലൈനിലൂടെയാണ് നമ്മൾ തലശ്ശേരിയിൽ നിന്ന്, അതായത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്, ആ ട്രെയിൻ വന്ന ട്രാക്കാണത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പിന്നിടുമ്പോൾ റൈറ്റിലേക്ക് മാറി കിഴക്ക് ഭാഗത്തേക്ക്, അതായത് തെന്മല തെങ്കാശി റൂട്ടിലേക്ക് മാറിപ്പോകും ട്രെയിൻ. ഇതിപ്പോൾ കിളിക്കൊല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഓരോ സ്റ്റേഷനും കുറച്ചായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗമായിട്ടേ കാണിക്കുന്നുള്ളൂ. ഇതിപ്പം അടുത്ത സ്റ്റേഷനെത്തി. അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ. ഇതെല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്. പക്ഷേ ഇവിടെ എല്ലാ സ്റ്റേഷനിലും ഈ ട്രെയിൻ നിർത്തിയിട്ടാണ് പോകുന്നത്. വളരെ ചുരുങ്ങിയ ട്രെയിനുകളേ ഉള്ളൂ. ഇതിപ്പോൾ അടുത്ത സ്റ്റേഷനായ കുണ്ടറ എത്തിയിട്ടുണ്ട്. കുണ്ടറ സ്റ്റേഷനാണിത്. എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്, പക്ഷേ നിർത്തിയ സീനൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. എല്ലാ സ്റ്റേഷനിലും പാസഞ്ചറും ട്രെയിനിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം അപൂർവമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരുക്കം ചില ട്രെയിനുകളെ ഈ റൂട്ടിൽ ഓടുന്നുള്ളൂ. അത് കാരണം എല്ലാ സ്റ്റേഷനിലും നിർത്തി, എല്ലാ സ്റ്റേഷനിലും ഇതിന് സ്റ്റോപ്പുണ്ട്. ഇപ്പം നമ്മൾ പുനലൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പുനലൂരിൽ നിന്നാണ് ലഞ്ച് കിട്ടുക. മുന്നേ ബുക്ക് ചെയ്താൽ മതി. ഇവർ വന്ന് ചോദിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് ഏതാ വെജാണോ നോൺ വെജാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ പുനലൂർ സ്റ്റേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ലഞ്ച് എത്തിച്ചു തരും. പിന്നെ ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. പക്ഷെ നല്ല ഫുഡാണ് ഇവരത്. ഞാൻ വെജാണ് എടുത്തത്. നല്ല ചട്നിയും നല്ല സാമ്പാറിലായിട്ട് നല്ല ഫുഡായിരുന്നു. പുനലൂരും പാസ് ചെയ്ത്, പുനലൂർ കഴിഞ്ഞാൽ ബാക്കിലും ഒരു എൻജിൻ ഘടിപ്പിക്കും ഇതിന്. അത് മുന്നിലെത്തത് ഇലക്ട്രിക് ലോക്കമാണ്, പിറകിലെത്തത് ഡീസൽ ലോക്കമാണ്. അങ്ങനെ ഈ പുനലൂർ കഴിഞ്ഞാൽ പിന്നെ എടമൺ, ഭഗവതിപുരം ഈ സ്റ്റേഷൻ പരിധികളിൽ കുറച്ച് കയറ്റാണ്, നല്ല കയറ്റാണ്. അത്യാവശ്യം ട്രെയിൻ വളരെ പതുക്കെയാണ് പോകുന്നത്. ട്രെയിന് വളരെ പതുക്കെയാണ് പോകുന്നത്. ഡബിൾ എൻജിന് ഘടിപ്പിച്ചിട്ടാണ് പോകുന്നത്. മുന്നിലത്തെ ലോക്കോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇലക്ട്രിക് ലോക്കമാണ്. പിറകിലത്തെ ഞാൻ ട്രെയിനിൻ്റെ ഏകദേശം സെൻട്രലല്ല, ഏകദേശം ഒരു മുൻഭാഗത്തായതുകൊണ്ട് പിറകിലത്തെ ഡീസൽ ലോക്കോ കാണാൻ സാധിക്കുന്നില്ല. വലിയ ബെൻഡുകൾ എത്തിയാലേ കാണാൻ പറ്റും. പക്ഷേ വലിയ ബെൻഡുകൾ എത്തുമ്പോഴേക്കും മറിഞ്ഞു പോകുന്നുണ്ട് അത്. അതുകൊണ്ട് ആ ലോക്കോ കാണുന്നില്ല. അത് അവിടെ പോയി ഷൂട്ട് ചെയ്ത് വരാമെന്ന് വെച്ചാൽ, ഏതെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വരാമെന്ന് വെച്ചാൽ ട്രെയിനും വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ അതിന് ആ റിസ്ക് എടുത്തിട്ടില്ല. ഇതിൻ്റെ ഈ റൂട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് മലമുകളിലൂടെയാണ് ഈ ട്രെയിൻ, പശ്ചിമഘട്ടത്തെ കീറിമുറിച്ചുകൊണ്ടാണ് ഈ റെയിൽപാതയുള്ളത്. അതുകൊണ്ട് ഒരു സൈഡ് ചെങ്കുത്തായ മലയും മറുഭാഗത്ത് അഗാധമായ ഗർത്തങ്ങളുള്ള പല സ്ഥലങ്ങളും ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ പാലങ്ങൾ, തുരങ്കങ്ങൾ. അതുകൊണ്ട് നല്ലൊരു പകൽ സമയത്ത് തന്നെ ഈ റൂട്ടിലൂടെ
നിങ്ങൾ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഈ കാഴ്ചകൾ അപൂർവമായിട്ടേ കാണും. മലമുകളിലൂടെ പോകുന്ന ട്രെയിനുകൾ കുറവാണ്. ഇതിപ്പോൾ എടമൺ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. എടമൺ സ്റ്റേഷനിൽ നിർത്തി ആളെയെല്ലാം കയറ്റിയതിന് ശേഷം പിന്നെയും ട്രെയിൻ വിട്ടു. വളവും തിരിവും കയറ്റങ്ങളും താണ്ടിയിട്ടാണ് ഈ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഒറ്റക്കൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ പാസ് ചെയ്തു. ഒറ്റക്കൽ ഇവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്ത സീനുകൾ ഷൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സീനുകൾ കാണാഞ്ഞത്. ഇത് നല്ലൊരു വളവാണിത്. വളരെ പതുക്കെയാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുരങ്കത്തിൽ കയറി 3-4 തുരങ്കങ്ങളുണ്ട് ഈ റൂട്ടിൽ. വലിയ തുരങ്കം എന്ന് പറയുന്നത് തെന്മലക്കടുത്തുള്ളതാണ്. ഫുള്ളി ഇരുടായതുകൊണ്ട് ഞാൻ ആ തുരങ്കം ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. കയറുന്നതും ഇറങ്ങുന്നതും മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ താഴെ കാണുന്ന റോഡ് കൊല്ലം തെങ്കാശി ഹൈവേ ആണ്. ഇതിപ്പോൾ നമ്മൾ തെന്മല സ്റ്റേഷനിലെത്തി. തെന്മല എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തെന്മല ഇക്കോ ടൂറിസം. തെന്മല ഡാമും നല്ലൊരു കാഴ്ചയാണ്. അത് വേറൊരു ട്രിപ്പായിട്ട് നിങ്ങൾക്ക് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേരളത്തിൽ. തെന്മല സ്റ്റേഷനും അങ്ങനെ പാസ് ചെയ്ത് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പശ്ചിമഘട്ടത്തിലെ കുറേ മലനിരകളാണ് കാണുന്നത്. അടുത്ത് നമ്മൾ എത്താൻ പോകുന്നതാണ് 13 കണ്ണറപ്പാലം എന്നറിയപ്പെടുന്ന വളരെ പഴക്കമുള്ള പാലം ആണിത്. ഇത് പല സിനിമകളിലും ഉണ്ട്. ഇതിപ്പോൾ പുതുക്കി പണിതതാണ്. പണ്ട് മീറ്റർ ഗേജ് ആയിരുന്നു. അന്ന് കരിങ്കലിൻ്റെ തൂണുകളായിരുന്നു ഇതിന്. ഇന്നിപ്പോൾ കോൺക്രീറ്റ് തൂണുകളും കോൺക്രീറ്റ് പാലങ്ങളും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇത് അധിക സിനിമകളിലും ഈ ഒരു പാലം കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനിലെത്തി. ന്യൂ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് ആര്യങ്കാവ് സ്റ്റേഷനും കൂടിയുണ്ട്. കേരളത്തിലെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണിത്. തെങ്കാശി റൂട്ടിലെ ആര്യങ്കാവ്. ഈ 2 സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. ഇപ്പം നമ്മൾ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഉള്ളത്. അതായത് ഈ ഭാഗത്തെ ഏറ്റവും ടോപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്ന് തെങ്കാശി മധുരം പോകുന്ന റൂട്ടിൽ ഏറ്റവും ടോപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിപ്പം നമ്മൾ ആര്യങ്കാവിലെത്തി. ഇതാണ് കേരളത്തിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ആര്യങ്കാവിൽ. അത് റോഡ് വഴി തന്നെ പോകണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ തുരങ്കം. ഇത് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്ര സമയം പോരാ ഈ തുരങ്കം പാസ് ചെയ്യാൻ. നല്ല ലെങ്ത്തുള്ള തുരങ്കമാണിത്.
നമ്മൾ പുറകിലായിട്ട് ദൂരെ കാണുന്ന മലനിരകളാണ് നമ്മളെ പശ്ചിമഘട്ട മലനിരകൾ. അതിൽ ദൂരെ ക്ലൈമറ്റ് കുറച്ചുകൂടി ക്ലിയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അഗസ്ത്യാർകൂടവും പൊന്മുടിയും ഏകദേശം ആ ആംഗിളിലാണ് വരേണ്ടത്. വ്യക്തമായിട്ട് കാണാമായിരുന്നു നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ. നമ്മളെ പശ്ചിമഘട്ട മലക്കപ്പുറം മഴമേഘങ്ങൾ മലക്ക് മുട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് മഴ കിട്ടാൻ കാരണം തന്നെ ഈ പശ്ചിമഘട്ട മലനിരകളാണ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടും അപ്പുറം നല്ല മഴയുമാണ്. ഈ മലക്കപ്പുറം നല്ല മഴയാണ്. നമ്മളെ കേരളം ആ മലക്കപ്പുറമാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ഗ്യാപ്പിലൂടെയും ഈ മലയുടെ ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെയും കടന്നു വരുന്ന മഴമേഘങ്ങൾ കൊടുക്കുന്ന മഴ മാത്രമേ തമിഴ്നാടിന് കിട്ടുകയുള്ളൂ. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷിയും മറ്റും ഇവർ ചെയ്യുന്നത്. അതായത് ഇവർ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം ഇവർ ചെറിയ ചെറിയ ഡാമുകൾ ശേഖരിച്ച് ചെറിയ ചെറിയ തടാകങ്ങളിലും എല്ലാം സ്റ്റോർ ചെയ്തിട്ടാണ് കൃഷിക്ക് ആവശ്യമായിട്ട് കുറച്ചായിട്ട് കൊടുക്കുന്നത് ഇവർ. നമുക്ക് മൺസൂൺ കിട്ടുന്ന സമയങ്ങളിലാണ് ഇവർക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നത് ഈ ഭാഗത്ത്. ഇതിപ്പം തമിഴ്നാട്ടിലെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മളെ തെങ്കാശിക്ക് കുറച്ച് സമയം മാത്രമേ ഓടാനുള്ളൂ. ചെങ്കോട്ടയെ നമ്മൾ പാസ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടത്തിലെ ടോപ്പിലുള്ള 5 ഫോൾസ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലാണുള്ളത്. 5 ഫോൾസ് എന്ന് പറയുന്നത് ഇവർ ഈ കാണുന്ന 4 ഫോൾസും താഴെയുള്ള ഒരു മെയിൻ ഫോൾസും കൂട്ടിയിട്ടാണ് 5 ഫോൾസ് എന്ന് പറയുന്നത്. മെയിൻ ഫോൾസിൻ്റെ അടുത്താണ് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് എത്തുക. അവിടെ നിന്ന് ഒന്നുകിൽ ഓട്ടോ പിടിക്കണം, അല്ലെങ്കിൽ ഇവിടത്തേക്ക് വരുന്ന ബസ്സുണ്ട്, ആ ബസ്സിൽ കയറിയിട്ട് വരണം. ഓട്ടോന് ഷെയറിംഗ് ആണെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി. ബസ്സിന് 10 രൂപയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കുളിക്കാലും ചെയ്യാം. നമ്മളെ പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന ഒരു ചെറിയ അരുവിയാണ്, അതിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. കുറ്റാലം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. വെള്ളച്ചാട്ടത്തിൽ ഞാൻ കുളിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി. സന്ധ്യയാകുന്നതിന് മുന്നേ അടുത്ത മെയിൻ ഫോൾസിലെത്തണം. ഇവിടുന്ന് തിരിച്ച് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോനോ കയറി പോകണം. അങ്ങനെ മെയിൻ ഫോൾസിലെത്തിക്കഴിഞ്ഞാൽ അതും കൂടി കണ്ട് അതും ഷൂട്ട് ചെയ്ത് നേരെ റൂമിലേക്ക് പോകണം. ഇനി നാളെയാണ് എൻ്റെ മെയിൻ യാത്ര. ഇത് കുറ്റാലം വെള്ളച്ചാട്ടത്തിനടുത്തുള്ള, അതായത് ടോപ്പിലുള്ള 4 ഫോൾസ് എന്ന് പറയും, അവിടെയുള്ള പാർക്കിംഗ് ആണിത്. ഇതാണ് മെയിൻ ഫോൾസിലേക്കുള്ള വഴി. 4 ഫോൾസിൽ നിന്ന് ഞാൻ താഴേക്ക് ഇറങ്ങുന്ന അതും അങ്ങോട്ട് പോകുന്നതും സീനുകൾ ഞാൻ കാണിച്ചിട്ടില്ല. നേരെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സമയം കുറവുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് മെയിൻ ഫോൾസിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു പഴയ അമ്പലം കാണാം. ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെയും വഴിയുണ്ട്, വേറൊരു വഴിയും കൂടി ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു സീന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവഴി വന്നത്, അമ്പലത്തിനോട് ചേർന്ന് വെള്ളച്ചാട്ടത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കുറ്റാലം, ഐ ലവ് കുറ്റാലം എന്നുള്ളൊരു ബോർഡുണ്ട്. വെള്ളം വളരെ കുറവാണ് ഇവിടെ മഴക്കാലത്ത്. അതായത് ഇവിടെ മഴ കിട്ടുന്ന സമയത്ത് അത് ആ പാറക്കെട്ട് നിറഞ്ഞും ഒഴുകുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ ആ സമയത്ത് കുളിക്കാനൊന്നും അനുവദിക്കില്ല. ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാനെത്തുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം എത്തുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് വേറെ വഴിയാണ്, അപ്പുറത്തെ റൈറ്റ് സൈഡിലാണ് അവർക്കുള്ള ഏരിയ. ഇവിടെ ജെൻസിൻ്റെ ഏരിയ ആണ്. അങ്ങനെ മെയിൻ ഫോൾസും കണ്ട് ഞാൻ നേരെ റൂമിലേക്ക് മടങ്ങുകയാണ്.
ഇത് അവിടുത്തെ ചന്തകളാണ്. വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലേ ഇവർക്കും ജീവിക്കാനുള്ള ഒരു അവസരമുള്ളൂ. ഈ ടൂറിസ്റ്റ് ഹോമിലാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ്. അത്യാവശ്യം നല്ല റൂമാണ്. 1400 രൂപയാണ് 2 പേർക്ക്. ഞാൻ സിംഗിളാണ്. സിംഗിളായാലും ഡബിളായാലും 1400 തന്നെയാണ് റേറ്റ്.